ഒരാൾ പോലും ലൈവിലില്ലല്ലേ, ഞാനിപ്പോൾ തിരിച്ചപ്പോഴാണ് കണ്ടത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവരും ലോകം മൊത്തം കാണുന്ന കോൺഫിഡൻസിലാണ് മലയാളി രാജു ഇപ്പോൾ ഈ ലൈവ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് യാത്ര ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. എടാ ട്രാവൽ ചെയ്യണം മച്ചാനെ, നീ എന്തിട്ട് നോക്കിക്കണം, സമയം വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ. പൈസ വേണ്ട ട്രാവൽ ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തന്നു. നിനക്ക് എന്തുകൊണ്ടാ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ട് ഫുഡ് എവിടെ നിന്നേലും കിട്ടും. ഇപ്പോൾ ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്താവട്ടെ ട്രാവൽ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ട ഭക്ഷണം എല്ലായിടത്തും ഉണ്ടാവും. ലൈക്ക് കൈ കിടക്കണം, ഒരു സെൽഫി സ്റ്റിക്ക് കാണിക്കണം. ഭക്ഷണം നമുക്ക് ഈ പറയുന്ന അന്നദാനം കൊടുക്കുന്ന അമ്പലങ്ങളുണ്ട്, അല്ലെങ്കിൽ പള്ളികളിൽ ഇപ്പോൾ ഏത് പള്ളിയിൽ പോയി ചോദിച്ചാലും, ഏത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം മോസ്കിൽ പോയി ചോദിച്ചാലും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയി ചോദിച്ചാലും ഇച്ചിരി ഭക്ഷണം തരുമെന്ന് വെച്ചാൽ ആരും തരാണ്ടിരിക്കില്ല. ഞാൻ ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്ത ആളാണ് പൈസ ഇല്ലാണ്ട്. അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. എടാ എന്ത് രസം നോക്കി ഗൈസ്, പച്ചപ്പും പരിതാപകരമായിട്ടുള്ള അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാണ് ട്രാവൽ ചെയ്യണ കാര്യം. ട്രാവൽ ചെയ്യാൻ എന്തിട്ടിപ്പോൾ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുക, യൂറോപ്പിൽ ട്രാവൽ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ് ഇറ്റലി. ഇവിടെ പറ്റുമെങ്കിൽ പിന്നെ എവിടെയും പറ്റും. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രശ്നങ്ങളുള്ളൊരു സ്പെയിനിലും ഇറ്റലിയിലൊക്കെയാണ് ഏറ്റവും പ്രശ്നങ്ങളുള്ളത്. ഇറ്റലിയിലാണ് ഇച്ചിരി കൂടുതലുള്ളത്. 3 മാഫിയ ഉണ്ട് ഇവിടെ, വലിയ ടീമുകൾ. മാഫിയാന്ന് ഇവിടെ ആദ്യം വെച്ചാൽ പറയാൻ പാടില്ല അല്ലേ. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുത്തൻ പൈസ ചോദിച്ചേക്കണ് ഗൈസ്. എൻ്റെ ഒരു 10 പൈസയിലൊന്നും അവനറിയില്ലല്ലോ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു 4 ഗൈ ആണ് ഗൈസ്, എൻ്റെ ഒരു 10 പൈസ ഇല്ല ഗൈസ്, സത്യം കേട്ടോ.